ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റിയും നല്ല സ്മൂത്തി ആയിട്ടുള്ളൊരു ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അങ്ങനെ ഞാൻ ആദ്യം തന്നെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പച്ചരിയാണ്, നമ്മുടെ റേഷൻ കടയിലത്തെ പച്ചരിയാണ് കേട്ടോ. 2 കപ്പ് അരി എടുത്താൽ നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് വേണം നമ്മളിതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് അവിടെ മാറ്റി വയ്ക്കാനായിട്ട് കേട്ടോ. അങ്ങനെ ഒരു 4 മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കണം. അപ്പോൾ അരി അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് ഉഴുന്നാണ് കേട്ടോ. അപ്പോൾ ഉഴുന്നെടുത്തിട്ടുള്ളത് അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് മെയിനായിട്ടും ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ സാബുനരിയാണ് കേട്ടോ. ചൊവ്വരി സാബുനരി എന്നൊക്കെ പറയില്ലേ, അതൊരു 2 ടേബിൾ സ്പൂണായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ സാബുനരിയും ഉഴുന്നും കൂടി നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതവിടെ മാറ്റി വയ്ക്കാം. വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളത് അടച്ച് വെക്കുകയാണ് കേട്ടോ. 4 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഈ 4 മണിക്കൂറിൽ ഒരു 3 മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഈ അരി ഇല്ല കേട്ടോ, ഉഴുന്ന് മാത്രം ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1 മണിക്കൂർ വെച്ചേ. ഇനി നമ്മൾ ഈ ഉഴുന്നിലത്തെ വെള്ളം കളയുന്നില്ല കേട്ടോ. അരിയിലത്തെ വെള്ളം കളയും, ഉഴുന്നിലത്തെ വെള്ളം കളയുന്നില്ല. ആ വെള്ളം ഞാനൊരു കപ്പിലേക്ക് മാറ്റാണ് കേട്ടോ. ആ വെള്ളം വെച്ചിട്ട് വേണം നമുക്ക് ഈ അരിയും ചോറും ഉഴുന്നും ഒക്കെ കൂടി അരച്ചെടുക്കാനായിട്ട് കേട്ടോ. പിന്നെ നമ്മൾ മിക്സി ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സമയത്ത് നമുക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഇതിലത്തെ വെള്ളം അത്യാവശ്യം വെള്ളമുണ്ട്, നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ ഐസ് ക്യൂബൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ല പോലെ ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഒരു പകുതി അരവാവുന്ന ടൈമിൽ ഞാൻ അതിലേക്ക് ചോറ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ചോറാണ് കേട്ടോ ഞാൻ അതിലേക്ക്. അതിപ്പോൾ ഏത് അരി ആയാലും കുഴപ്പമില്ല. ഞാൻ സാധാരണ നല്ല വേവുള്ള അരി തന്നെയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ചോറ് കേട്ടോ, അരിയല്ല. അതും കൂടി ചേർത്ത് നല്ല ഫൈനായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള അരിയിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഈ അരിയിൽ ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, വെള്ളം മാത്രമാണ് ചേർക്കുന്നത്. എന്നിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഈ അരച്ചെടുക്കുന്ന സമയത്ത് വല്ലാണ്ട് അങ്ങോട്ട് ലൂസായി പോകാൻ പാടില്ല കേട്ടോ. പാകത്തിന് വെള്ളം മാത്രം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. പിന്നെ നമ്മൾ കൈ വെച്ചിട്ടുള്ള അത് മിക്സ് ചെയ്യുന്നത് കേട്ടോ. ഞാനൊരു വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം പുളിപ്പൊന്നും ഉണ്ടാവില്ല. ചിലർ കൈ വെച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത് വല്ലാണ്ട് പുളിപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടെ പുളിപ്പ് അങ്ങനെ വലിയ ഇഷ്ടമല്ല ഇഡ്ഡലിക്ക്. സാധാ ഒരു മീഡിയം പുളിപ്പാണ്. അപ്പോൾ ആ മീഡിയം പുളിപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒന്ന് വിസ്ക് വെച്ചിട്ട് ഇതേപോലെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഇളക്കുന്ന സമയത്ത് ഒരു 10 സെക്കൻഡെങ്കിലും നമ്മളിതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിത് നല്ല പോലെ ഒന്ന് അടച്ചങ്ങോട്ട് വെക്കുക. അപ്പോൾ ഞാനിത് ചെയ്ത് വെക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ. പിറ്റേ ദിവസമാണ് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വൈകുന്നേരമാണ് ചെയ്ത് വെക്കുന്നത്. അതുപോലെ തന്നെ ചിലർ ഉപ്പൊക്കെ ചേർക്കും കേട്ടോ. ഞാൻ ഉപ്പ് ചേർക്കാറില്ല. ഉപ്പൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പുളി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കിവിടെ പുളി അധികം ആവശ്യമില്ല, മക്കൾക്കൊന്നും അങ്ങനെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഉപ്പൊന്നും ചേർക്കാറില്ല കേട്ടോ. പിന്നെ കൈ വെച്ച് ഇതേപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല പുളി ഉണ്ടാവും. അപ്പോൾ ഇവിടെ പുളി കുറവാണ്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അങ്ങനെ പുളി കുറവുള്ള ആൾക്കാരാണ് താല്പര്യം ഇഡ്ഡലി കഴിക്കാനെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അല്ലേ, പിറ്റേ ദിവസത്തേക്ക് ഞാൻ അത് കാണിച്ചു തരാം. മാവൊക്കെ നല്ല പോലെ തന്നെ പൊന്തിയിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞാൻ ഇഡ്ഡലി മാവ് ഉണ്ടാക്കുമ്പോൾ എൻ്റെ മാവ് പുറത്തേക്ക് പോവാറാണ് പതിവ് കേട്ടോ. ഞാൻ ചെറിയ പാത്രത്തിലാണ് വെക്കാറ്. ഇന്നിപ്പോൾ എന്തായാലും കണ്ടറിഞ്ഞ് തന്നെ ഞാൻ മനസ്സിലാക്കി തന്നെ ഞാൻ വലിയൊരു പാത്രത്തിലേക്കാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. മാവ് നല്ല രീതിയിൽ തന്നെ പൊന്തി വന്നിട്ട് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഇതേ നല്ല പതഞ്ഞിട്ടുള്ള മാവ് തന്നെയാണ് കേട്ടോ. അധികം കട്ടിയുമില്ല, എന്നാൽ നല്ല ലൂസല്ല. ആ ഒരു രീതിയിലാണ് മാവ് റെഡി ആയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ തന്നെ ആക്കിയെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇട്ട തട്ടിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മൾ മാവൊക്കെ ഒഴിച്ച് കൊടുക്കുന്ന സമയത്തും അധികം മാവ് ഒഴിച്ച് കൊടുക്കരുത്. ഒരു മീഡിയത്തിൽ മാവ് ഒഴിച്ച് കൊടുക്കുക. കുറേ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതങ്ങോട്ട് വേവുന്ന സമയത്ത് മാവ് പുറത്തേക്ക് പോകും. അപ്പോൾ പിന്നെ ഇഡ്ഡലി കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല, പിന്നെ നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിറച്ചൊഴിച്ച് കൊടുക്കാതെ ഒരു 3/4 ഭാഗത്തോളം മാവ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കിത് ഇതിന്ന് വേഗം വിട്ട് വരാനായിട്ട് എണ്ണ തടവി കൊടുത്തിട്ട് നമ്മൾ ആവിയും വെച്ച് വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിൽ കുറച്ച് വെള്ളം ഒന്ന് തെളിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതിന്ന് ആവിയിൽ നിന്ന് അതിൻ്റെ ശേഷം നമ്മളിതിന്ന് തട്ടുന്ന മാറ്റുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുക്കാനും പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം എടുത്താലും മതി കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ഇത് ആകെ ഒട്ടിപ്പിടിക്കും. നമ്മൾ എണ്ണ ആക്കിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതെ, ഇത്രയ്ക്ക് മാത്രം മാവ് ഒഴിച്ച് കൊടുക്കുക. കണ്ടോ, അതൊന്ന് സെറ്റായി വരുമ്പോൾ കണ്ടത് ലെവലായിട്ട് വരും, ഒന്നങ്ങോട്ട് അമർന്ന് പോകുമ്പോൾ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം. ആവിയിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇഡ്ഡലിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. കണ്ടാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പോലെ തന്നെ ഇഡ്ഡലി ഇങ്ങനെ വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു തട്ടിലത്തെ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത തട്ടിലത്തെ ഇഡ്ഡലി ഞാൻ അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കും നല്ല പോലെ തന്നെ മാവ് പൊന്തി വന്ന കാരണം കൊണ്ടാണ് കേട്ടോ ഇഡ്ഡലി നല്ല ഇങ്ങനെ പൊന്തി നിൽക്കുന്നത്.
അപ്പം നല്ല ഇഡ്ഡലിയുടെ ഒരു ഇതെന്ന് പറയുന്നത് മോൾ ഭാഗം ഇങ്ങനെ വീർത്തിരിക്കുന്നതാണ് കേട്ടോ. നല്ല രീതിയിൽ മാവ് സെറ്റായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇതുപോലെ ഇരിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് പൊട്ടിച്ചും കൂടി കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും ഉള്ളൊക്കെ നല്ല സ്മൂത്തായിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയാണ് കേട്ടോ, 100% ഉറപ്പ് പറയാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള ഇഡ്ഡലിയും കൂടി ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ കണ്ടോ, നല്ല പോലെ തന്നെ പൊന്തി വന്നിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം. വീഡിയോ കണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം വരാം.